ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. എന്നാൽ കരുതലോടിരിക്കുന്നവരെ തന്നെ കുഴിയിലാക്കാൻ പുതിയ ലെവലിലേക്ക് ആ തട്ടിപ്പ് മാറിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചും OTP അയച്ചുമൊക്കെ ആ OTP ചോദിച്ചിട്ടൊക്കെയാണ് സാധാരണ തട്ടിപ്പ് എങ്കിൽ ഇത് പുതിയ രീതിയിൽ വന്നിരിക്കുന്നത് ഓൺലൈൻ പർച്ചേസുകാരെ ഉദ്ദേശിച്ചാണ്. ഓൺലൈനിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ചുരുക്കം. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ക്യാൻസലാക്കേണ്ടി വരാറുണ്ട്, പല പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട്. ഇതൊരു പുതിയ തട്ടിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കിപ്പോൾ കേൾക്കാം. അദ്ദേഹം ഓൺലൈൻ സാധനങ്ങൾ വാങ്ങാറുള്ള ആളാണ്. സ്വാഭാവികമായും ഒരു കോള് വന്നു, സാധനങ്ങൾ അയാളുടെ ഭാര്യ ഓർഡർ ചെയ്തായിരിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അത് ഓർഡർ ചെയ്തതല്ല, വീട്ടു സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഓർഡർ ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ന് ക്യാൻസൽ ചെയ്യണമല്ലോ എന്നായി. ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് നഷ്ടമൊന്നും വരുന്നതല്ലല്ലോ. അതുകൊണ്ട് ഓക്കെ പറഞ്ഞു. ക്യാൻസലേഷൻ്റെ ഭാഗമായിട്ട് ഒരു OTP വരും, എന്നാലേ അത് ക്യാൻസലേഷൻ ആവുകയുള്ളൂ, അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുക. ആ നൂലാമല പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക സ്വാഭാവികമല്ലേ. ആ OTP പറഞ്ഞെടുത്തതിനെ പിറ്റേന്നാണ് അറിയുന്നത് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കംപ്ലീറ്റ് പോയി. എത്ര ദയനീയ സ്ഥിതിയാണ്. എല്ലാ തരത്തിലും ജാഗ്രത പാലിക്കുമ്പോഴും ആ ജാഗ്രത പാലിക്കുന്നവരെ തന്നെ കുടുക്കിലാക്കാൻ പുതിയ തട്ടിപ്പുകൾ വരികയാണ്. ഓർക്കുക, OTP നിങ്ങൾക്ക് മാത്രം ടൈപ്പ് ചെയ്യാനുള്ളതാണ്, ആർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇപ്പോൾ പ്രചരിക്കുന്ന ആ പുതിയ ഫോൺ കോളിൻ്റെ റെക്കോർഡ് ഒന്ന് കേൾക്കാം. വോയിസ് ഇടാനുള്ള കാരണം, ഞാനിന്ന് ഒരു സൈബർ തട്ടിപ്പിന് വിധേയനായി. എൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ചെമ്പ് ബ്രാഞ്ച്, അതായത് കുലശേഖരമംഗലം ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്ന് പണം മുഴുവൻ നഷ്ടപ്പെട്ടു. അതായത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലിപ്കാർട്ടും ആമസോൺ വഴിയൊക്കെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങാറുള്ളതാണ്. അപ്പം ഞാൻ സംശയിച്ചു, ഇനി വൈഫ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വൈഫിനോട് ചോദിച്ചു എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ വൈഫും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ വിളിച്ചാലോട് പറഞ്ഞു ഞാനൊന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, എന്തോ ഒരു വീട്ടു സാധനമാണെന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു OTP വരുമോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. OTP വന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതാണ് സംഭവം നടന്നത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ കുറച്ച് പൈസ ബാങ്കിൽ ഇടാൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വൈഫിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, വൈഫ് കോട്ടയത്താണ് ഇപ്പോൾ. അപ്പോൾ അവരുടെ ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ രാവിലെ കോട്ടയത്തേക്ക് പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിൾ പേയിൽ ബാലൻസ് നോക്കിയപ്പോൾ 235 രൂപയുണ്ട് ബാങ്കിൽ. ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട തുക വലിയ തുക തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഗ്രൂപ്പിൽ ഒന്ന് അറിയിക്കാം, നമ്മുടെ ഫ്രണ്ട്സിനെ ആർക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. സൈബർ തട്ടിപ്പ് പല വിധേനയും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം വേറെ ആൾക്കും പറ്റരുതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു അവയർനെസ് ആയിക്കോട്ടെ. അപ്പോൾ ഓക്കെ അബി, ഇത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്, വോയിസ് ഇട്ടത്. എല്ലാ തരത്തിലും ജാഗ്രത പാലിക്കുമ്പോഴും ആ ജാഗ്രത പാലിക്കുന്നവരെ തന്നെ കുടുക്കിലാക്കാൻ പുതിയ തട്ടിപ്പുകൾ വരികയാണ്. ഓർക്കുക, OTP നിങ്ങൾക്ക് മാത്രം ടൈപ്പ് ചെയ്യാനുള്ളതാണ്, ആർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല.